നമസ്കാരം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം സുനിത വില്യംസും വിൽമോറും തിരിച്ചെത്തുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്തയാണെങ്കിലും ഇരുവരെയും കാത്തിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ അന്തരീക്ഷവും കാന്തിക വലയവും മനുഷ്യ ശരീരത്തിനെ റേഡിയേഷനിൽ നിന്ന് സംരക്ഷിക്കും. എന്നാൽ ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നവർക്ക് ഇത് ലഭ്യമല്ല. ഇവിടെ തുടങ്ങുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. മൈക്രോഗ്രാവിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ അസ്ഥികൾ ക്ഷയിച്ചിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മസിലുകൾക്ക് ചലനം ഉണ്ടാകും. എന്നാൽ ബഹിരാകാശ നിലയത്തിൽ മസിലുകൾക്ക് ചലനം കുറവായതുകൊണ്ട് തന്നെ മസിലുകളുടെ കരുത്ത് കുറഞ്ഞിരിക്കും. ഇത് മാത്രമല്ല, ഫ്ലൂയിഡുകളെയും ഇത് ബാധിക്കും. ബേബി ഫീറ്റ് എന്നൊരു അവസ്ഥയിലൂടെയായിരിക്കും സുനിതയും വിൽമോറും കടന്നു പോകുന്നത്. ബേബി ഫീറ്റ് എന്ന് വെച്ചാൽ ഇവരുടെ കാൽപാദം, അതായത് കാൽപാദത്തിന് അടിയിലെ ചർമ്മം കുഞ്ഞുങ്ങൾക്ക് സമാനമായി തീരും. അതിനാൽ തന്നെ ഇവർക്ക് ഭൂമിയിലൂടെ നേരെ നടക്കാൻ ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. ഐബോളിന്റെ ശക്തി, കാഴ്ചശക്തി ഇവയെല്ലാം ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നവർ കണ്ണാടി ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഗുരുത്വാകർഷണമുള്ള ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഗുരുത്വാകർഷണത്തിന് എതിരായിട്ടാണ് ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. എന്നാൽ ബഹിരാകാശ നിലയത്തിൽ ഹൃദയത്തിന് അധികം പ്രവർത്തനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന് താഴോട്ടുള്ള രക്തയോട്ടം വളരെ കുറവാണ്. ഇത് രക്തം കട്ട പിടിക്കാനും കാരണമാകും. ഇവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ മന്ദത, തലകറക്കം, ഉറക്കക്കുറവ് അങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർ നേരിടും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ മാനസിക സമ്മർദ്ദമായിരിക്കും ഇവർ കൂടുതലായി നേരിടാൻ പോകുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും ഇരുവരും അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നന്ദി.